ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തതിനു ശേഷമുള്ള കർദിനാൾ സംഘത്തിന്റെ മൂന്നാമത്തെ യോഗം ഏപ്രിൽ 24 വ്യാഴാഴ്ച വത്തിക്കാനിൽ വെച്ച് നടന്നു. യോഗത്തിൽ സഭയും ലോകത്തെയും കുറിച്ച് ചർച്ച നടത്തി. നിർണായകമായ പ്രീ കോൺക്ലേവ് യോഗങ്ങളായാണ് ഇവയെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. റോമിൽ നിലവിൽ സന്നിഹിതരായിരിക്കുന്ന 113 കർദിനാൾമാർ നടത്തിയ യോഗം 2.5 മണിക്കൂർ നീണ്ടു. മൂന്നാമത്തെ പൊതുസഭയിൽ യോഗം ചേർന്ന കർദിനാൾമാരുടെ കോളേജ് കോൺക്ലേവിന്റെ ആദ്യ ദിവസം ധ്യാനവിചിന്തനം നടത്താൻ കർദിനാൾ റെനിയേരോ കാന്തലമസയെ നിയമിച്ചു. 1980 മുതൽ നീണ്ട 44 വർഷങ്ങൾ പേപ്പൽ ഭവനത്തിന്റെ ഔദ്യോഗിക പ്രഭാഷകനായി സേവനമനുഷ്ഠിച്ച കർദിനാൾ റെനിയേരോ കാന്തലമസ കഴിഞ്ഞ വർഷമാണ് വിരമിച്ചത്. അടുത്തയാഴ്ചയുടെ ആരംഭത്തിൽ ബിഷപ്സ് ഡിക്കാസ്റ്ററി അംഗവും ആശ്രമാധിപനുമായ മോൺസിനോർ ഡൊനാറ്റോ ഒഗ്ലിയാരി ധ്യാനം നടത്തും. മാർപ്പാപ്പയുടെ മൃതസംസ്കാരം സംബന്ധിച്ച കൂടുതൽ ക്രമീകരണങ്ങളിലും 9 ദിവസം നീണ്ട പാപ്പയുടെ ഔദ്യോഗിക ദുഃഖാചരണ ദിനങ്ങളിൽ ബലിയർപ്പിക്കേണ്ടവർ സംബന്ധിച്ച കാര്യങ്ങളിലും ചർച്ച നടന്നു. അതേസമയം കർദിനാൾ കോളേജിലെ ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ ഇലക്ടറായ സാരജേവോയിലെ മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ വിൻകോ പുൾജിക് കോൺക്ലേവിൽ പങ്കെടുക്കുമെന്ന് അതിരൂപത അറിയിച്ചു. രോഗബാധിതൻ ആയതിനെ തുടർന്ന് ആശുപത്രിയിലായ അദ്ദേഹത്തിന് അനുകൂല മെഡിക്കൽ ഫലമാണ് ലഭിച്ചിരിക്കുന്നതെന്നും ശനിയാഴ്ച നടക്കുന്ന പാപ്പയുടെ മൃതസംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയില്ലെങ്കിലും കോൺക്ലേവിൽ പങ്കെടുക്കുമെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. 2005 ബെനഡിക്ട് 16-ന്റെയും 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും തെരഞ്ഞെടുപ്പ് നടന്ന കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.